അപ്പോൾ എല്ലാവർക്കും നമ്മളെ OG സൈൻ മീഡിയയുടെ വേറെ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളിപ്പോൾ ഏകദേശം 2 ദിവസത്തോളമായി നമ്മൾ തമിഴ്നാട്ടിലാണ് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിലേക്കും അതുപോലെ ചരിത്ര പ്രസിദ്ധമായ ഒരുപാട് മഹാന്മാരുടെ മക്ബറകൾ സന്ദർശിച്ചുകൊണ്ടും നമ്മൾ നിൽക്കുകയാണ്, ഓരോ വീഡിയോകൾ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഏതായാലും തമിഴ്നാട്ടിലെ തന്നെ ട്രിച്ചി എന്ന സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു മഹാൻ്റെ മക്ബറയുണ്ട്, അവിടെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ വഴിയെ മനസ്സിലാക്കാം. ഏതായാലും നമുക്ക് കാണിച്ചു തരാം വീഡിയോ. ഇതാണ് നമ്മൾ ആ ദർഗാ ഷരീഫിലേക്ക് പോകുന്ന വഴി, ഇതിലൂടെയാണ് പോവുക. ഇവിടെ രാത്രി ഇരുട്ടാണെങ്കിലും ആളുകളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മളിപ്പോൾ രാത്രിയിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത്, എന്നാലും ഇവിടെ ആളുകളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് പോയി നോക്കാം, ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഇതാണ് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന കവാടം. പിന്നെ അതൊക്കെ കയറാം. പിന്നെ വേറെ ഒരു കാര്യം പറയാൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏകദേശം രാത്രി സമയം 12 മണിയോളം എടുത്തിട്ടുണ്ട്. എന്നാലും ബസ്സുകളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ അവിടെ നിന്ന് പോയപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വീട് ചെയ്തതായിരുന്നു, പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ നാഗൂർ, മുത്തുപേട്ട, അതുപോലെ തൃച്ചി, ഇങ്ങനെ 3 സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് ഫോണിൻ്റെ മിസ്റ്റേക്ക് എന്തുകൊണ്ടാണ് അറിയില്ല, കുറേ വീഡിയോകളൊക്കെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 സ്ഥലങ്ങളും ഒറ്റ വീഡിയോ കാണിക്കാമെന്നുള്ള അഭിപ്രായമാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് 3 വീഡിയോയും ഒറ്റ വീഡിയോയിൽ തന്നെ നമ്മൾ ചുരുക്കുന്നത്. നമ്മളെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ വ്യൂവേഴ്സൊക്കെ ക്ഷമിക്കണം, ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഏകദേശം 2 ദിവസത്തോളം വന്നിട്ട്, അപ്പോൾ അതിലെടുത്ത വീഡിയോകൾ ആകപ്പാടെ ഇതാണ്. നമ്മളെ അവസ്ഥ മനസ്സിലാക്കി എല്ലാ വ്യൂസും ക്ഷമിക്കുക. ഇത് നമ്മൾ വേറൊരു സ്ഥലത്താണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ പ്രഭാതമാണ്, നമ്മൾ പ്രഭാതത്തിലെത്തിയതുകൊണ്ട് നല്ല എന്താ പറയുക, ഒരു കുളിർമ കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ ആയതുകൊണ്ട് നല്ല കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. വലിയൊരു പള്ളിയാണ്. ഈ സ്ഥലത്തെ സംബന്ധിച്ച് ഇവിടെ കുറേ കച്ചവടക്കാരും അതുപോലെ തന്നെ വിവിധ ഇനം ഭക്ഷണ സാധനങ്ങളും അങ്ങനത്തെ തിരക്ക് പിടിച്ചൊരു ഏരിയയാണ് ഇത്. നമ്മളിനി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. നമുക്ക് ഇതിനുള്ളിലോട്ട് കയറി നോക്കാം, ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടെ രാവിലെ ആയപ്പോഴത്തേക്കും രാവിലെ തന്നെ കുറേ ആളുകൾ സിയാറത്തിന് സന്ദർശനത്തിന് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും കൂടുതൽ കാഴ്ചകൾ കാണാം. ഇവിടെ ബോർഡും ഖാദിർ മുറാദ് ഹാസിൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ള മഹാന്മാർ ഒരുപാട് കറാമത്തുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ കുറേ എന്താ പറയുക, അസുഖങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക്, കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ജാതി മതഭേദമന്യേ ഒരുപാട് ആളുകൾ, ഹിന്ദുക്കളും അതുപോലെ തന്നെ മുസ്ലിംസും അതുപോലെയുള്ള ജാതി മത ഭേദമന്യേ ഒരുപാട് ആളുകൾ നിരന്തരം ഇവിടെ സിയാറത്തിന് വരികയും സന്ദർശനത്തിന് വരികയും നേർച്ച നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. തിരക്ക് പിടിച്ച, വളരെയധികം തിരക്ക് പിടിച്ച ഒരു ഏരിയയാണിത്. അവിടെ സിയാറത്ത് ചെയ്യുന്നുണ്ട്.
ഈ മഹാന്റെ മക്ബറ ഏകദേശം 20 അടിയോളം നീളമുണ്ട്. അതുപോലെ തന്നെ സുലൈമാൻ നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരാളാണ് ഈ മഹാൻ എന്നാണ് പറയപ്പെടുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നാഗൂരിലാണ്. നാഗൂർ എത്തിയിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ. ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളും അതുപോലെ തന്നെ കാറുകളും ഉള്ള വാഹനങ്ങളൊക്കെ കുറേ ഉണ്ട്, പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ. ഇതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ഇവിടെയാണ് മഹാന്റെ മക്ബറ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്